സുരക്ഷിത ആഹാരത്തിന് സുരക്ഷിതമായ കീടനാശിനി ഉപയോഗം. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറിയുടെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അമ്പിളി പോൾ ഉണ്ട്. ഷിബു ജോർജ് ഡോക്ടർ അമ്പിളി പോളുമായി സംസാരിക്കുന്നു. മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം സാർ. അപ്പം ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്ന ഈ സുരക്ഷിത ഭക്ഷണമെന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? സർ, സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമാണോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. കാരണം ഈ ഭക്ഷണം ഉണ്ടാകുന്നത് ഒരു കർഷകന്റെ ഫീൽഡിൽ നിന്നാണല്ലോ. അപ്പം അതിൽ പ്രയോഗിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് വരുന്ന കണ്ടാമിനൻസ് ആയിട്ട് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം തന്നെയാണ്. അത് മാത്രമല്ല, മറ്റ് ആൻറ്റിബയോട്ടിക്സ്, അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. അതായത് കീടനാശിനി അവശിഷ്ട വിഷാംശം, ആൻറ്റിബയോട്ടിക്സ്, പിന്നെ മൈക്കോടോക്സിൻസ്, ഹെവി മെറ്റൽസ്, ഇതെല്ലാം തന്നെ നമുക്ക് ഭക്ഷണത്തെ സുരക്ഷിതമല്ലാതാക്കുന്ന കെമിക്കൽസുകളാണ്. എന്നാലും കർഷകരായിട്ട് ഡയറക്ട്ലി ബന്ധത്തിൽ വരുന്നത് തീർച്ചയായിട്ടും കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം തന്നെയാണ്. കൂടുതലും ഈ അവശിഷ്ട വിഷാംശം വരുന്നത് തന്നെ അശാസ്ത്രീയമായിട്ടുള്ള കീടനാശിനി പ്രയോഗം കൊണ്ട് തന്നെയാണ്. ഇപ്പം മേഡം, നമ്മൾ പല ഘട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പം ഈ കീടനാശിനിയുടെ ഉപയോഗം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജൈവ കൃഷി എന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഒരു ചെറിയ തോതിൽ ഓക്കെ ആണ്. പക്ഷേ ഒരു കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് കീടനാശിനി പ്രയോഗം ചെയ്യേണ്ടി വരും കർഷകന്. ആ ഒരു ഘട്ടത്തിൽ കർഷകൻ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നല്ലൊരു ചോദ്യമാണ് സർ. കാരണം നമ്മൾ ജൈവ കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് ദൂഷ്യകരമായിട്ടുള്ള കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുക, അത് തന്നെയാണ് വളരെ പ്രധാനം. പക്ഷേ നമ്മൾ വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചില സമയങ്ങളിൽ കീടങ്ങളുടെയും രോഗങ്ങളുടെയും അതുപോലെ തന്നെ കളകളുടെയും ഒരു ആധിക്യം ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ടല്ലോ. നമ്മുടെ ഈ കീടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലെവലുണ്ട്, അതായത് ഒരു എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറയും. അത് കഴിഞ്ഞു പോയാൽ നമ്മളൊരു കീടനാശിനി പ്രയോഗം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പലപ്പോഴും കർഷകരുടെ ഇടയിൽ സംഭവിക്കുന്നത്, ശാസ്ത്രജ്ഞരായാലും കൃഷി ഉദ്യോഗസ്ഥരായാലും കർഷകർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക, അതായത് ഒരു അറ്റകൈ പ്രയോഗം പോലെ. പക്ഷേ പൊതുവേ കർഷകർ അതൊരു ആദ്യകൈ പ്രയോഗമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു കീടം കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം അവർ കീടനാശിനി പ്രയോഗം നടത്തുന്നതായിട്ട് നാം കാണാറുണ്ട്. അപ്പോൾ അത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമാകാം, അല്ലാതെ അവരുടെ ഒരു ഭയം, ഒരു പരിഭ്രാന്തിയുടെ ഭാഗമാകാം. തൻ്റെ വിളകളെല്ലാം ചെയ്താൽ കംപ്ലീറ്റ്ലി കീടങ്ങളെ മാറ്റിയെടുത്താൽ പിന്നെ കീടാക്രമണം വരില്ല എന്ന്. അത് ശരിക്കും പറഞ്ഞ ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കീടങ്ങൾ പിന്നെ വരാതിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴായാലും കീടനാശിനി പ്രയോഗം നമുക്ക് ചില അവസരങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥിതി വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ കീടനാശിനി പ്രയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നത്, കീടനാശിനികൾ എങ്ങനത്തെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്? അതെ, അത് വളരെ പ്രധാനമായിട്ടുള്ള കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഏതൊക്കെ കീടനാശിനി ഉപയോഗിക്കണം വേണ്ട എന്ന് കേന്ദ്ര കീടനാശിനി ബോർഡ് തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് CIBRC എന്ന് പറയും, അതായത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി. അവരുടെ സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് ഇന്ന വിളയിൽ ഇന്ന കീടങ്ങൾക്കെതിരെ ഈ കീടനാശിനി എത്ര തോതിൽ അടിക്കണം, എത്ര കാലം കാത്തിരിപ്പ് കാലം വേണം, ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അതാത് സംസ്ഥാനത്തിലെ യൂണിവേഴ്സിറ്റികൾ, അതായത് കാർഷിക സർവകലാശാലകൾ അവരുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർഷകർക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല അത് അറിയാനായിട്ട്. പിന്നെ ഒരു കീടനാശിനി കർഷകരെ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് ഏത് കളർ കോഡിൽ വരുന്നു എന്നാണ്. അതായത് കർഷകർക്കെല്ലാം അത് വളരെ സുപരിചിതമാണ്. അതായത് ശരിക്കും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കീടനാശിനി ആണെങ്കിൽ അതിനകത്ത് 4 തരത്തിൽ ഏതെങ്കിലും ഒരു സിമ്പൽ ഉണ്ടാകാം. അതായത് ചുമപ്പ്, അത് കഴിഞ്ഞാൽ മഞ്ഞ, നീല, പച്ച. ഇതിന് 4നും വളരെ പ്രാധാന്യമുണ്ട്. അത് കർഷകർ നല്ല അവെയർ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കളർ കോഡ് കൊടുത്തിരിക്കുന്നത് കീടങ്ങളെ എത്രത്തോളം കൊല്ലാമെന്നുള്ളതനുസരിച്ചല്ല, ഈ ഉപയോഗിക്കുന്ന മനുഷ്യൻ ഉൾപ്പെടുന്ന മാമൽസിന് ഇത് എത്രത്തോളം സുരക്ഷിതമെന്നാണ് ആ ഒരു സിമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റെഡ് എന്ന് പറഞ്ഞാൽ അത്യുഗ്രവിഷം, ആർക്ക് കീടത്തിനല്ല, ഉപയോഗിക്കുന്ന മാമൽ അതായത് മനുഷ്യന്. അത് കർഷകരെല്ലാം ശ്രദ്ധിക്കുക. റെഡ് എന്ന് പറഞ്ഞാൽ അത്യുഗ്രവിഷം, മഞ്ഞ എന്ന് പറഞ്ഞാൽ ഉഗ്രവിഷം, നീല എന്ന് പറഞ്ഞാൽ മിതവിഷം,
പച്ച എന്ന് പറഞ്ഞാൽ നേരിയ വിഷം. എല്ലാം വിഷം തന്നെയാണ്. കർഷകർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, നേരിയ വിഷമാണെങ്കിൽ നമുക്ക് ഒരു പേടിക്കണ്ട, ധൈര്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ റെഡ് ആണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കുമെന്ന്, അതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും ഈ ഒരു കളർ കോഡ് കൊടുത്തിരിക്കുന്നത് അതിന്റെ വിഷവീര്യത ഉപയോഗിക്കുന്ന മനുഷ്യനും മറ്റ് സസ്തനികൾക്കും ഉള്ള വിഷത്തിന് ബന്ധപ്പെടുത്തിയാണ് ആ ഒരു കളർ കോഡ്. അപ്പൊ ഏത് തരം വിഷമാണെങ്കിൽ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് അത്യുഗ്രവിഷവും ഉഗ്രവിഷമാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഈ അത്യുഗ്രവിഷത്തിൽ ഉൾപ്പെട്ട മിക്ക കീടനാശിനികളും നിരോധിച്ചു കഴിഞ്ഞു. ആകെയുള്ളത് റോഡന്റിസൈഡ് എന്ന് പറയുന്നത് എലിവിഷങ്ങൾ. എലിവിഷം എല്ലാം തന്നെ റെഡ് കളറാണ്. അത് പിന്നെ നമ്മൾ അധികം ഫീൽഡിലോട്ട് പ്രയോഗിക്കുന്നില്ലല്ലോ. അപ്പം ബാക്കി കാണുന്ന കീടനാശിനികൾ മിക്കതും, പ്രത്യേകിച്ച് പുത്തൻ തലമുറകളെല്ലാം തന്നെ നീല അല്ലെങ്കിൽ പച്ച ലേബലിലാണ് കൂടുതലും ഇപ്പോൾ ഇറങ്ങാറ്. പിന്നെ കുറച്ചൊക്കെ ഉഗ്രവിഷത്തിൽ, അതായത് മഞ്ഞയിലും ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് തീർച്ചയായിട്ടും കീടനാശിനി ഒരു ജീവനാശിനിയാണെന്ന് മനസ്സിൽ കാണുക. കാരണം അതൊരു കെമിക്കലാണ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് സിന്തറ്റിക് ആയിട്ടുള്ളൊരു കെമിക്കലാണ്. അപ്പോൾ നമ്മൾ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കണം. അത് ഗ്ലൗസ് ഉപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കണം, പിന്നെ ശരീരം മൊത്തം മറയുന്ന വേഷം ധരിക്കണം. അത് വളരെ പ്രധാനം. കാരണം പലപ്പോഴും കർഷകർ ചിന്തിക്കുന്നത് നമ്മുടെ വായിലൂടെ മൂക്കിലൂടെ മാത്രമേ കീടനാശിനികൾ കയറുള്ളൂ എന്നാണ്. അല്ല, നമ്മുടെ തൊലിപ്പുറത്തുകൂടെ കയറാൻ കഴിവുള്ള കീടനാശിനികളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക്, അതായത് ശുപാർശ ചെയ്തിട്ടുള്ള കീടനാശിനിയാണോ ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓരോ കർഷകരും ഉറപ്പിക്കണം. എന്നിട്ട് ആ കീടനാശിനി കൃത്യമായിട്ടുള്ള തോതിലാണോ, കൃത്യമായ സമയത്താണോ തളിക്കുന്നത്, അതും വളരെ പ്രധാനമാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അവശിഷ്ട വിഷാംശത്തിൻ്റെ ഒരു പരിഭ്രാന്തി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് വളരെ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് മേഡം പറഞ്ഞ മാതിരി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ശുപാർശ ചെയ്ത ക്വാണ്ടിറ്റിയിൽ അതേ രീതിയിൽ നമ്മൾ ചെയ്യും. ഇവിടെ ഒരു നമ്മളൊരു കാലാവധി ഉണ്ടല്ലോ, ഈ കാലാവധി ഹാർവെസ്റ്റ് അത് കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളെന്ന് പറയാറുണ്ട്. അതാ കാത്തിരിപ്പ് കാലം സർ, കാത്തിരിപ്പ് കാലം. അത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കീടനാശിനി അവശിഷ്ട വിഷാംശത്തിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ കാത്തിരിപ്പ് കാലം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടാണ് എൻ്റെ പഠനങ്ങളിൽ കാണുന്നത്. കാരണം നമ്മൾ ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞ് ഓരോ മരുന്നിനും ഒരു നിശ്ചിത കാലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് മരുന്ന് അടിക്കുന്നെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അത് ഹാർവെസ്റ്റ് ചെയ്യാവൂ. ആ പീരീഡിനെയാണ് നമ്മൾ കാത്തിരിപ്പ് കാലമെന്നും ഇംഗ്ലീഷിൽ അതിനെ വെയിറ്റിംഗ് പീരീഡ് എന്നും പറയും. ആ കൃത്യമായിട്ട് ആ കാലഘട്ടം നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ അവശിഷ്ട വിഷാംശം എന്നൊരു ഭയമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കൂടുതലും നാം കാണുന്നത് ഇന്ന് കീടനാശിനി അടിക്കും, നാളെയോ മറ്റന്നാളോ ഹാർവെസ്റ്റ് ചെയ്ത് അത് മാർക്കറ്റിൽ വരും. തീർച്ചയായിട്ടും അതിനകത്ത് അവശിഷ്ട വിഷാംശം കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഈ ശുപാർശ ചെയ്തിട്ടുള്ള കാത്തിരിപ്പ് കാലം കർഷകർ കൃത്യമായിട്ട് പാലിക്കണം. അത് കൂടുതലും നമ്മുടെ പഴയ തലമുറയ്ക്ക് നമ്മളൊരു 10 days വരെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോൾ പുത്തൻ തലമുറയ്ക്ക് അത്രയും കാലഘട്ടം ഇല്ല. ഒരു 5 മുതൽ 6 ദിവസം മതിയാവും. പക്ഷെ അത് വളരെ പ്രധാനമാണ്. അത് കർഷകരെ ശ്രദ്ധിച്ചേ മതിയാകൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ശ്രദ്ധിച്ച് നമ്മൾ കീടനാശിനി പ്രയോഗം ചെയ്താൽ നമുക്ക് ഈ പെസ്റ്റിസൈഡൽ റെസിഡ്യൂ അല്ലെങ്കിൽ ഈ അവശിഷ്ട വിഷാംശം ഈ ഒരു പ്രശ്നമേ വേണം പറഞ്ഞ മാതിരി ഇല്ല. അത് ഞങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ആ കാലയളവ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അവശിഷ്ട വിഷാംശം എന്നുള്ളൊരു ഭയമേ വേണ്ട. ആഹാരം സുരക്ഷിതമായിരിക്കും. സേഫ് ടു ഈറ്റ് ഫുഡാന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ വേണം നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, ഈ ഒരു സംയോജിത കീടനിയന്ത്രണം. അപ്പോൾ ഈ രീതിയൊക്കെ നമ്മൾ അവലംബിച്ചാൽ കീടനാശിനികളുടെ പ്രയോഗം നമുക്ക് സ്വയമേ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ? അതെ, ഞാൻ ആ ഒരു പോയിന്റിലേക്ക് വരുമായിരുന്നു. ശരിക്കും നമ്മൾ കീടനാശിനിയുടെ സുരക്ഷിത പ്രയോഗം പറയുമ്പോഴും നമ്മൾ കർഷകരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, അതായത് സംയോജിത കീടനിയന്ത്രണത്തെക്കുറിച്ച് തന്നെയാണ്. ആ ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു പല മാർഗങ്ങളും ഉപയോഗിച്ച് ഒരു കീടത്തെ നിയന്ത്രിക്കും. നമുക്ക് അത് പറ്റാതെ വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിൽ മാത്രമേ കീടനാശിനി ഉപയോഗിക്കാവൂ. പക്ഷേ സംയോജിത കീടനിയന്ത്രണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കീടനാശിനി അങ്ങ് മൊത്തമായി മാറ്റി നിർത്തിയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് അല്ല. അത് വൺ ഓഫ് ദ കമ്പോണൻസ് ആണ്. മറ്റു പല മാർഗങ്ങൾ നമ്മൾ അവലംബിച്ചിട്ട് നമുക്ക് കീടനിയന്ത്രണം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവസാന പ്രയോഗമായിട്ട് നമുക്ക് കീടനാശിനി ഉപയോഗിക്കാം. അതാണ് സംയോജിത കീടനിയന്ത്രണം. അതുപോലെ സംയോജിത രോഗനിയന്ത്രണമുണ്ട്, അത് ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കർഷകരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ ഈ ഒരു കൺസെപ്റ്റാണ്. അത് കൃഷിയിലെ ആദ്യം തൊട്ട് നമുക്ക്
വിഭിന്ന കാര്യങ്ങൾ വിഭിന്ന കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. അതിനകത്ത് തന്നെ നമുക്ക് കായികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൾച്ചറലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ബയോ കൺട്രോൾ ഉപയോഗിച്ചിട്ട്, അതായത് മിത്ര പ്രാണികളെ ഉപയോഗിച്ചിട്ടുള്ള നിയന്ത്രണം വരുത്താൻ പറ്റും. അതെല്ലാം ഫെയിലുവർ ആകുന്നെങ്കിൽ മാത്രം നമ്മളൊരു രാസകീടനാശിനിയിലോട്ട് പോവുക. അതാണ് അതും എൻ്റെ പറഞ്ഞ മാതിരി നമ്മൾ ശുപാർശ ചെയ്ത രീതിയിൽ ശാസ്ത്രീയമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഈ വക ഒരു പരിഭ്രാന്തിയും വേണ്ട. പ്രത്യേകിച്ച് ഈ അവശിഷ്ട വിഷാംശത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുടെ കാര്യമേ വരുന്നില്ല. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ നിന്നൊരു വെജിറ്റബിൾസ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കീടനാശിനി അവശിഷ്ട വിഷാംശം ഇല്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? വല്ലോ സിമ്പിളോ അങ്ങനെ വല്ലതും ഉണ്ടോ? സർ, അതൊരു പൊതുജനം ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിങ്ങിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓർഗാനിക് വെജിറ്റബിൾസ്, ഓർഗാനിക് ഫുഡ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വളരെയധികം ജനപ്രീതി പിടിച്ചു വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് 100% ഓർഗാനിക് ആണോ എന്നുള്ളത് വളരെ ഒരു ചോദ്യചിഹ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ അതിനകത്തൊരു ബാർകോഡ് ഉണ്ടാവും. നമ്മളത് സ്കാൻ ചെയ്താൽ തന്നെ അറിയാം, കർഷകന്റെ പേര് വരെ അതിനകത്ത് കിട്ടുന്ന ഒരു സമ്പ്രദായം മറ്റു രാജ്യങ്ങളിലുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ അത് അത്രയ്ക്ക് പ്രാക്ടിക്കലായിട്ട് വന്നിട്ടില്ല. നമ്മളൊരു പച്ചക്കറി കണ്ടാൽ അല്ലെങ്കിൽ ഒരു പഴവർഗ്ഗം കണ്ടാൽ അതിൽ കീടനാശിനി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കീടനാശിനി നമ്മുടെ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് PPM ലെവലിലാണ്, അതായത് പാർട്സ് പെർ മില്യൺ. 10 ലക്ഷമായി മുറിച്ചാൽ അതിലൊരു ഭാഗമാണ് PPM. അപ്പോൾ അത്രയും കുഞ്ഞളവിൽ മാത്രമേ നമ്മുടെ ഭക്ഷ്യവസ്തുവിൽ കീടനാശിനി കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്കൊരു ഭക്ഷ്യവസ്തു കണ്ടാൽ നമുക്കത് അറിയാൻ പറ്റില്ല, മണപ്പിച്ചാൽ പറ്റില്ല, അതിൻ്റെ നിറം കണ്ടാൽ അറിയില്ല, അത് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള കീടനാശിനി അവശിഷ്ട വിഷാംശം പരിശോധിക്കാനുള്ള ലാബുകൾ കേരള കാർഷിക സർവകലാശാലയ്ക്കുണ്ട്, FSSAIക്കുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ മിക്ക ജില്ലകളിലും അവർക്ക് അത് വളരെ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നുണ്ട്. മേഡം, അത് നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെ, കേരള കാർഷിക സർവകലാശാലയ്ക്ക് പ്രധാനമായിട്ട് 4 ലാബുകളാണുള്ളത്. അതിൽ ആദ്യത്തേതും ഏറ്റവും പഴക്കമേറിയത്, ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നതും വെള്ളായണി കാർഷിക കോളേജാണ്. അവിടുത്തെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ ലബോറട്ടറിയാണ്. മറ്റ് ലാബുകളും, അതായത് തൃശ്ശൂർ നമുക്കൊരു ലാബുണ്ട്, കാസർഗോഡ് ഒരു ലാബുണ്ട്, കുമരകത്തൊരു ലാബുണ്ട്. അതെല്ലാം ഒരു അക്രഡിറ്റേഷൻ കിട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2012 തന്നെ അക്രഡിറ്റേഷൻ NABLന്റെ ISO 17025:2017 എന്ന അക്രഡിറ്റേഷൻ കിട്ടുകയുണ്ടായി. അതുമൂലം നമ്മൾ അന്നു മുതലേ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സേഫ് ടു ഈറ്റ് എന്ന ഒരു പദ്ധതി നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു മലയാളി എന്തൊക്കെയാണ് ഭക്ഷ്യവസ്തു കഴിക്കുന്നത് ആ വസ്തുക്കളെല്ലാം തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതലും കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിലാണ് കീടനാശിനി സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്നത്. പച്ചക്കറികളിൽ നമുക്ക് ഭയപ്പെടേണ്ട രീതിയിലുള്ള കീടനാശിനിയൊന്നും ഇല്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പച്ചക്കറികളുണ്ട്, പ്രത്യേകിച്ച് ഇലവർഗ പച്ചക്കറികൾ. അതായത് നമ്മുടെ പുതിന, നമ്മുടെ മല്ലിയില, ചീര, കറിവേപ്പില, ഇങ്ങനെയുള്ള ഇലവർഗ പച്ചക്കറികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ കീടനാശിനി സാന്നിധ്യം കുറച്ച് കൂടുതലായിട്ടാണ് നാം കാണുന്നത്. പിന്നെ മുളക് വർഗ പച്ചക്കറികൾ, മുളകിലെല്ലാം, എല്ലാ തരം മുളകിലും, ഇപ്പോൾ ഈവൻ കാന്താരി മുളകിൽ പോലും നമുക്കിപ്പോൾ കീടനാശിനി സാന്നിധ്യം കണ്ടുവരുന്നു. കാരണം മുളക് കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റ് അറ്റാക്ക് വരുന്നത്, മണ്ടരി പോലുള്ള. അപ്പോൾ എന്താ, കർഷകർ കൂടുതലായിട്ട് കീടനാശിനി പ്രയോഗം മുളകിൽ നടത്തുന്നുണ്ടെന്നർത്ഥം. അപ്പം അതുകൊണ്ടായിരിക്കാം അതിനകത്ത് ഒരു കീടനാശിനി സാന്നിധ്യം. പിന്നെ ഇങ്ങനത്തെ നമ്മൾ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ലെവലിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ ഞങ്ങളുടെ സ്ഥാപനം നടത്തി വരുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് കിട്ടിയിരിക്കുന്നത് പുളിവെള്ളമാണ്. അതായത് അസിഡിക് റേഞ്ചിൽ വരുന്ന കീടനാശിനി സാധനങ്ങൾ, അതായത് വാളൻ പുളിവെള്ളം, അത് 2%. അതായത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. നമ്മുടെ പച്ചക്കറികൾ 20 മുതൽ 30 മിനിറ്റ് അതിനകത്ത് മുക്കി വെച്ച ശേഷം ശുദ്ധജലത്തിൽ 2-3 തവണ കഴുകിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഫലപ്രദമായിട്ട് വിനാഗിരി കിട്ടിയിട്ടുണ്ട്, അതും അസറ്റിക് ആസിഡ് ആണല്ലോ. അപ്പോൾ അസിഡിക് റേഞ്ചിൽ കീടനാശിനികൾ റിമൂവ് ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് വിനാഗിരിക്കും. 20 മില്ലി 1 ലിറ്ററിൽ 20 മുതൽ 30 മിനിറ്റ് മുക്കി വെക്കുക. പിന്നെ ശുദ്ധജലത്തിൽ 2-3 തവണ കഴുകിയെടുത്താൽ നല്ലൊരു ശതമാനം കീടനാശിനികൾ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ മൊത്തമായിട്ട് കീടനാശിനി മാറുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരു 60 മുതൽ 70
70% വരെ കീടനാശിനികൾ മാറ്റിയെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും കീടനാശിനി 2 തരത്തിലാണ്. അന്തർവ്യാപന ശേഷിയുള്ളതും പുറത്തെ സ്പർശന ശേഷിയുള്ളത്. അതിൽ സ്പർശന ശേഷിയുള്ളത് മാറ്റിയെടുക്കുക വളരെ, ശരിക്കും പറഞ്ഞൊരു ടാപ്പ് വാട്ടറിൽ നല്ലവണ്ണം ഒന്ന് കഴുകിയാൽ മാത്രം മതി, അത് മാറിക്കിടും. പക്ഷേ ഈ അന്തർവ്യാപന ശേഷിയുള്ള സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ മിക്ക ഭക്ഷ്യവസ്തുക്കളും പുഴുങ്ങിയാണ് കഴിക്കാറ്, വേയിച്ചാണ് കഴിക്കാറ്. ആ സമയം നല്ലൊരു റിമൂവൽ ഉണ്ടാകുന്നതായിട്ട് നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ടെമ്പറേച്ചറിൽ ഡിഗ്രേഡ് ചെയ്ത് കീടനാശിനിയുടെ അളവ് വളരെ കുറയുന്നതായിട്ട് നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കീടനാശിനി അവശിഷ്ട വിഷാംശത്തെ പറ്റി അത്രയ്ക്ക് വലിയ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. പിന്നെ പഴവർഗ്ഗങ്ങളിൽ ഗ്രേപ്സ് വളരെ ശ്രദ്ധിക്കണം. 5 മുതൽ 6 കീടനാശിനികൾ ഞങ്ങൾക്ക് എല്ലാ മാസങ്ങളും ഗ്രേപ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ബാക്കി പച്ചക്കറികളാകുമ്പോൾ നമുക്ക് പുഴുങ്ങി കഴിക്കാം, ഗ്രേപ്സ് അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഡീകണ്ടാമിനേഷൻ മെത്തേഡ് എന്തെങ്കിലും, അതായത് കീടനാശിനി മാറ്റുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടേ നമ്മൾ ഉപയോഗിക്കാവൂ. പ്രത്യേകിച്ച് ഗ്രേപ്സ് നമ്മളൊന്നൊരു ചെറിയൊരു ശ്രദ്ധ മതി, നമ്മുടെ ഭക്ഷണം സുരക്ഷിതമാകും. ഡോക്ടർ അമ്പിളി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി. താങ്ക് യു സർ.